നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ബെൽ ബട്ടണിൽ ഓൾ ക്ലിക്ക് ചെയ്യുക. ഹലോ നമസ്കാരം, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഫിഷ് ഫ്രൈ ആണ്. അപ്പോൾ ഈ ഫിഷ് ഫ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവ ഫിഷ് ഫ്രൈ മാംഗ്ലൂർ സ്പെഷ്യലാണ്. ഒരുപാട് പേര് എനിക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാനിവിടെ 600 ഗ്രാം, അപ്പോൾ എനിക്ക് ഒരു ഫിഷിൻ്റെ വെയിറ്റ് നോക്കിയപ്പോൾ 600 ഗ്രാമാണ്. അതുകൊണ്ട് ഒരു ഫിഷിനെ എടുത്തു. ഞാൻ തല എടുത്തിട്ടില്ല, ബാക്കി പോർഷൻ എടുത്തപ്പോൾ ഒരു 550-600 ഗ്രാം ഇത് ഉണ്ടാവും. ഇത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ആവോലിയാണ്. നിങ്ങൾ ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായി വാഷ് ചെയ്തു. കുറച്ച് നേരം കുറച്ച് വിനീഗറും ഉപ്പും ഇട്ട് 10 മിനിറ്റ് വെച്ചു. അതിനുശേഷം വീണ്ടും നന്നായി വാഷ് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്ന ഫിഷിൻ്റെ പീസസ് ആണിത്. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റെഡിയാക്കി വെക്കേണ്ടത് പുളിയാണ്. പുളിയുടെ വെള്ളം, അതായത് നമ്മളെ കോൽപ്പുളിയിലെ ടാമറിൻഡ് നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിഴിഞ്ഞ് എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളമാണിത്. പുളിവെള്ളമാണ് സാധാരണ രീതിയിൽ ട്രഡീഷണലായിട്ട് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ നിങ്ങൾക്ക് പുളിവെള്ളം താല്പര്യമില്ലെങ്കിൽ ചെറുനാരങ്ങ നീരോ അതിന് പകരമായി വിനീഗറോ ഉപയോഗിക്കാം. ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഉപയോഗിച്ചാൽ മതി. പക്ഷേ ഞാൻ ഇന്നിവിടെ പുളിവെള്ളമാണ് ഉപയോഗിക്കുന്നതെന്ന് മാത്രം. ഓക്കെ, ഇനി മിക്സിയുടെ ബൗളിലോട്ട് ആദ്യം തന്നെ 4 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ മുളകിൻ്റെയൊക്കെ എരിവ് അനുസരിച്ച് മാറ്റം വരും എണ്ണം. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നമുക്കിതിലോട്ട് ചെറുതാക്കി അങ്ങ് അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ ഇട്ട് കൊടുക്കേണ്ടത് 4 മീഡിയം വെളുത്തുള്ളി. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. ഒരു 4-5 കറിവേപ്പില ഇങ്ങനെ കൈ കൊണ്ട് തന്നെ പിച്ചിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂണോളം ഫെനൽ സീഡ്സ്, അതായത് പെരുംജീരകം എന്ന് പറയില്ലേ നമ്മൾ, പെരുംജീരകമാണ്. ഇത് നിർബന്ധമില്ല, പക്ഷെ ഇത് ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അതിലോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ. പിന്നെ കുരുമുളക് പൊടി അല്ലെങ്കിൽ മൊത്തത്തിലുള്ള കുരുമുളക് ആയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ കുരുമുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1.5 ടേബിൾ സ്പൂൺ പുളിവെള്ളം. ഗ്രൈൻഡ് ചെയ്ത് വന്നതിന് ശേഷം ടേസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ മാത്രം നമ്മൾ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇത് അരയ്ക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഫൈനായിട്ട് ഞാനിത് അരച്ച് കൊണ്ടുവരാം. അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, നന്നായി അരഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം. ഉപ്പ് കുറവാണ്, കുറച്ചും കൂടെ പുളിയാവാം. അപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂണും കൂടെ ഞാൻ പുളിവെള്ളം ഒഴിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ നോക്കിയിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് വേണം തീരുമാനിക്കാൻ. കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ ലാസ്റ്റായിട്ട് നമുക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം, കോക്കനട്ട് ഓയിൽ. അങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഫിഷ് ഫ്രൈന്. മിക്സ് ചെയ്യുക. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് ഒരു അല്പം മുന്നോട്ട് നിൽക്കണം. ഒരുപാട് മുന്നോട്ട് നിൽക്കാല്ല, ഒരു അല്പം മുന്നോട്ട് നിൽക്കണം. എന്നാലാണ് ആ മീനിനുള്ളിലോട്ടൊക്കെ നന്നായി ഉപ്പ് പിടിക്കുള്ളൂ കേട്ടോ. മീനിൻ്റെ പീസസിലോട്ട് മസാല അങ്ങ് ഇട്ട് കൊടുക്കും. മുഴുവൻ ഇടണ്ട, ആദ്യം തന്നെ ഇട്ട് നോക്കിയിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് പോരാന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ എടുത്താൽ മതി. അല്ലെങ്കിൽ അത് ബാക്കിയുള്ള മസാല നമുക്ക് സൂക്ഷിച്ച് ഫ്രിഡ്ജിലെടുത്ത് വെക്കാവുന്നതേ ഉള്ളൂ. ഫ്രീസറിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച ഉപയോഗിക്കാം. അപ്പോൾ വലിയ മീനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അതായത് വലിയ മീൻ ഇൻ ദ സെൻസ് ഒറ്റ മീൻ തന്നെയാണെന്നുണ്ടെങ്കിൽ വരഞ്ഞു കൊടുക്കാൻ മറക്കരുത്. അപ്പോഴാണ് ഉള്ളിലോട്ട് മസാലയൊക്കെ പിടിക്കുള്ളൂ. മസാല തേച്ച് വിട്ടുന്ന തന്നെ മീൻ വറക്കാൻ പാടില്ല, അതെപ്പോഴും ശ്രദ്ധിക്കണം. ഓക്കെ, എല്ലാ കഷ്ണങ്ങളിലോട്ടും നന്നായി മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്കിത് 1/2 മണിക്കൂർ അടച്ച് ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ പുറത്ത് വെച്ചാലും മതി. അപ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞു കേട്ടോ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലേറ്റിൽ നമുക്ക് കുറച്ച് റവ എടുക്കാം. സാധാരണ റവ, നമ്മൾ ഉപയോഗിക്കുന്ന റവ. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് റവയിൽ ജസ്റ്റ് ഒന്ന് മുക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തൊന്ന് കവർ ചെയ്യുക. അത്രേ ഉള്ളൂ, ഒരുപാട് വേണ്ട, ജസ്റ്റ് ഒന്ന് മുക്കി കൊടുക്കുക, അത്രേ ഉള്ളൂ. അതുപോലെ എല്ലാ പീസും നമുക്ക് ഈ റവയിൽ കവർ ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിനി ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് ഒരു പാൻ വെക്കുക. വെളിച്ചെണ്ണയോ ഏതെണ്ണയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇത് ഡീപ് ഫ്രൈയും ചെയ്യും, ഷാലോ ഫ്രൈയും ചെയ്യും. ഞാനിപ്പോൾ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അതായത് കുറച്ച് വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രൈ ചെയ്യുന്നതിന് നമ്മൾ ഷാലോ ഫ്രൈ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെളിച്ചെണ്ണ ചെറിയ ചൂടായാൽ മതി. കാരണം ഇത് റവ വെച്ചിട്ടുള്ള ഫിഷ് ഫ്രൈ ആയതുകൊണ്ട് ഉള്ളിലോട്ട് കുക്കാവാൻ കുറച്ച് സമയം പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ചെറിയ തീയിലിട്ടതിന് ശേഷം ആദ്യം 2 ഭാഗത്തും കുക്ക് ചെയ്യുക. പിന്നെ നമുക്ക് തിരിച്ചിട്ടിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ചെറിയ ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ എണ്ണ ചെറുതായി ചൂടായിട്ടുണ്ട്. അതിലോട്ട് മീനിൻ്റെ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കുക. അപ്പോൾ എപ്പോഴും ജസ്റ്റ് ഒന്ന് കുടഞ്ഞിട്ട് ശേഷം ഓരോ കഷ്ണങ്ങളും വെച്ച് കൊടുത്താൽ മതി. അതിന് എക്സസ് ആയിട്ടുള്ള റവ ഒന്ന് പൊക്കോട്ടെ. അപ്പോൾ ഞാനിവിടെ ചെറിയ ചെറിയ കഷ്ണങ്ങളാണ് ആദ്യം വറുക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ആദ്യം താഴത്തെ സൈഡ് കുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് തിരിച്ചിടാം. അപ്പുറത്തെ സൈഡിലോട്ട് തിരിച്ചിട്ടിട്ട് ബാക്ക് സൈഡും കൂടെ അടച്ചു വെച്ചിട്ട് തന്നെ വേവിക്കുക. അതിനുശേഷം പിന്നെ നമുക്ക് തിരിച്ചു മറിച്ചിട്ട് ക്രിസ്പി ആക്കി എടുക്കാം കേട്ടോ.
അടച്ചു വെച്ചിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡും കുക്ക് ചെയ്തെടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിലോട്ട് തീ മാറ്റിയതിന് ശേഷം നന്നായി മൊരിയിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ സാധാരണ ഫിഷ് ഫ്രൈ ചെയ്യുന്നേക്കാൾ സമയം കുറച്ച് എടുക്കും, കാരണം ഞാൻ പറഞ്ഞ പോലെ ഇതൊരു റവ ഫ്രൈ ആയതുകൊണ്ട്. പിന്നെ ഓരോ മീനിൻ്റെ അനുസരിച്ചും ദശ അനുസരിച്ചും മീനനുസരിച്ചും കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരും. അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഫ്രൈ ചെയ്തതിന് ശേഷം ഒരു പീസ് കഴിച്ച് നോക്കുക, ഐ മീൻ മുറിച്ച് നോക്കുക. അപ്പോൾ കുക്കായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം സമയം അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അതനുസരിച്ച് ചെയ്തോളൂ. ഞാനിപ്പോൾ തീ കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി രണ്ട് സൈഡ് നന്നായിട്ട് മൊരിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ റവ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് കോരി മാറ്റി ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രെയിനറിലോട്ട് മാറ്റി വയ്ക്കാം. ഇതേപോലെ തന്നെ അടുത്ത ബാച്ചും വറുത്തെടുക്കാം. ഓക്കെ, തീ കുറയ്ക്കണം, അത് മറക്കരുത്. അടച്ചു വെച്ചിട്ട് നേരത്തെ പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബാച്ചും റെഡി ആയിട്ടുണ്ട്. ഇത് എടുക്കുക. ഇത് അപ്പോൾ ഇത്രയുള്ള പരിപാടി ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള റവ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഫോട്ടോ എല്ലാം എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മീൻ കഴിക്കാത്ത കാരണം എനിക്ക് ടേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്